ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് ക്ലോസസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇഫ് ക്ലോസസ് എന്ന് വെച്ചാൽ? നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് അങ്ങനെ കിട്ടും, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നേനെ, അങ്ങനെ സംഭവിക്കുമായിരുന്നേനെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഒരു മൂന്ന് ടൈപ്പുകൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇഫ് ക്ലോസ് കൊടുത്തിരിക്കുന്ന ഇങ്ങനൊരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് രണ്ട് പാർട്ട് കാണാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു കോമ കാണാം. അതായത് ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോമക്ക് തൊട്ട് മുന്നേയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കോമ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. നീ നല്ലപോലെ പഠിച്ചാൽ നിനക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇഫ് ക്ലോസ്, കോമ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭാഗം മെയിൻ ക്ലോസ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ടൈപ്പ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം എന്നുള്ളതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ക്രാക്ക് ദി എക്സാം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് ഇതാ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് ഹാവ് ക്രാക്ക് ദി എക്സാം എന്നുള്ളതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ഇഫ് ക്ലോസിൻ്റെ പാർട്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വെർബ് എന്ന് പറയുന്നത് ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, ഇവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്, ഇവിടെ ഹാഡ് പ്ലസ് V3 ഫോർമാറ്റിലാണ് വെർബ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മൂന്ന് ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് നോക്കാം. അതായത് ഇഫ് ക്ലോസിൻ്റെ പാർട്ടിൽ നമുക്ക് കിട്ടിയത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ആകെ ഒരേ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ക്ലോസിൽ പിന്നെ കൊടുക്കേണ്ട ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഈ വിൽ, ക്യാൻ, ഷോൾ, മേ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. അതിന് ശേഷം വരേണ്ട വെർബ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലായിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ് എന്നുള്ളതാണ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ആസ്ക് എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. യു ക്യാൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതാ ഇതെന്നാണ് നമ്മൾ എടുത്തത്. ഗെറ്റ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്, ഇഫ് യു വർക്ക് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുത്താൽ മേ ബി നമുക്ക് പറയാം നിനക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടുമെന്ന് അങ്ങനെ പറയാം. യു ക്യാൻ ഗെറ്റ് എ പ്രൊമോഷൻ, യു ക്യാൻ ഗെറ്റ് എ പ്രൊമോഷൻ എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഇവിടെ ക്യാൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഗെറ്റ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലുള്ള വെർബാണ്. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരാം. നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ നമുക്ക് ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് ഫോമിലായിരിക്കും. നേരത്തെ നമ്മൾ ആസ്ക് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ആസ്ക്ഡ് എന്നാണ് പറയുന്നത്. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇവിടെ നമ്മൾ ക്യാനോ, വില്ലോ, ഷോളോ, മേ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും നമ്മൾ അതിന് ശേഷം യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം, V1 തന്നെ ആയിരിക്കണം. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളതായിരുന്നു നേരത്തെ, അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലായിരുന്നു. ഇവിടെ വർക്ക് എന്നുള്ളതാണ് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ക്യാൻ ആണ്. ഇവിടെ നമ്മൾ കുഡ് യൂസ് ചെയ്യണം. യു കുഡ് ഗെറ്റ് എ പ്രൊമോഷൻ എന്ന് നമുക്ക് പറയാം. കണ്ടോ, ഇവിടെ നമ്മൾ കുഡാണ് യൂസ് ചെയ്തത്, വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ്. ഇനി നമുക്ക് തേർഡ് ഫോമിലേക്ക് വരാം. തേർഡ് ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ഫോമാറ്റിലായിരിക്കും നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് നമുക്ക് തന്നിട്ടുണ്ടാവുക വെർബ്. ഓക്കെ, സോ ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥമായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ കൊടുക്കേണ്ട ഓക്സിലറി വെർബ് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. മാത്രമല്ല അതിന് ശേഷം വരേണ്ട വെർബ് അതിൻ്റെ തേർഡ് ഫോർമാറ്റിലായിരിക്കണം, V3 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, കണ്ടോ ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ നേരത്തെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെ കൊടുക്കേണ്ടി വരും? യു കുഡ് ഹാവ് ഗോട്ട് എ പ്രൊമോഷൻ. ഓക്കെ, യു കുഡ് ഹാവ്
ഗോട്ട് എ പ്രൊമോഷൻ എന്നുള്ളതാവും. കണ്ടോ, നമ്മളിവിടെ യൂസ് ചെയ്ത് കുഡ് ഹാവ് ആണ്, അതിനുശേഷം ഗോട്ട് എന്ന് വരുന്നത് വെർബിൻ്റെ തേർഡ് ഫോമാറ്റിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ് ഇഫ് ക്ലോസിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ വിൽ, ക്യാൻ, ഷോൾ, മേ അതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇനി V2ലാണ് കിട്ടുന്നുണ്ടെങ്കിലോ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് അതിൻ്റെ കൂടെയും വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇനി ഹാഡ് പ്ലസ് V3യിലാണെങ്കിലോ അവിടെ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് അതിൻ്റെ കൂടെ നിങ്ങൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് കൊടുക്കേണ്ടത്. ഇത്രയാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ എക്സാം ഇസ് ഫാസ്റ്റ് അപ്രോച്ചിങ് ആൻഡ് you feel confident. But you come to know that your friend is in a despair and may skip the exam. As a true friend, you wish to help him with good advice. Prepare 2 pieces of advice using the expressions given. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ളത് മിക്കവാറും. അതായത് ഒരു അഡ്വൈസ് കൊടുക്കാനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാറില്ല. ചിലപ്പോൾ അതിൽ ഹാഡ് ബെറ്ററും വുഡ് യു മൈൻഡ് എന്നൊക്കെ പല ഗ്രാമർ ടോപ്പിക്കുകളും വരാറുണ്ട്. വെരി റെയർലിയാണ് നമുക്ക് ഇഫ് ക്ലോസ് മാത്രമായിട്ട് കൊടുക്കാറുള്ളത്. മിക്കവാറും അഡ്വൈസുകളായിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഇഫ് ക്ലോസ് ആയിട്ട് വന്നാലും അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഇഫ് ക്ലോസ് എന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് അത്ര കോൺഫിഡൻ്റ് അല്ല, അപ്പോൾ അവനെ അഡ്വൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി ഇഫ് ക്ലോസിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ നല്ലപോലെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലേ നിനക്ക് എക്സാം പാസ്സാവുന്നതാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെ പറയാം? ഇഫ് യു വർക്ക് എന്ന് പറയുന്നതില്ലേ ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പാണ്. ഒന്നാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. യു വിൽ പാസ് ദി എക്സാം എന്നായിരിക്കും. യു വിൽ പാസ് ദി എക്സാം എന്നായിരിക്കും. ഇഫ് ഐ വെർ യു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പഠിക്കുമായിരുന്നു, ഞാൻ നല്ലോണം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ വേർ എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പാണ് അല്ലേ. ഐ വുഡ് ഗിവ് മൈ ബെസ്റ്റ് ടു പ്രിപ്പയർ. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വുഡാണ് യൂസ് ചെയ്തത്. അതിനുശേഷം യൂസ് ചെയ്ത വെർബ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസിൻ്റെ ആൻസേഴ്സ് ഫില്ല് ചെയ്യേണ്ടത്. മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ ഇഫ് ക്ലോസിൻ്റെ ഭാഗമായിരിക്കും തന്നിട്ടുണ്ടാവുക. നമ്മളോട് മെയിൻ ക്ലോസ് ആയിരിക്കും ഫില്ല് ചെയ്യാൻ ചോദിക്കുക. തിരിച്ചും വരുന്ന കേസുകളുണ്ട്. അതായത് നമുക്ക് മെയിൻ ക്ലോസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഇഫ് ക്ലോസ് ചിലപ്പം നമ്മളോട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. സോ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് 2022 ജൂണിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കവാറും ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ്, എങ്ങനെയാണ് നിങ്ങളിത് ഫില്ല് ചെയ്യുക? ആൻഡ് ഓൾസോ ഇതിൻ്റെ ബി പാർട്ടാണ് ഇഫ് ഐ ഹാഡ് വിങ്സ്. ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിലാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത്. എ എന്താണ് ഉത്തരം, ബി എന്താണ് ഉത്തരം എന്നുള്ളത്. സോ ഇഫ് ക്ലോസ് പോലെ തന്നെ നമുക്ക് ഇനിയും ഗ്രാമർ ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഐ വിൽ സീ യു ദേർ. ബൈ.